സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിന് പങ്കാളികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. പങ്കാളിയുടെ ഒരു ദിവസം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കാൻ മറക്കരുത്. നിസാര കാര്യങ്ങളിൽ ഉണ്ടാകുന്ന വഴക്കുകൾ ഒഴിവാക്കുക. വഴക്കിന്റെ കാരണം കണ്ടെത്തി പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക. കുറ്റപ്പെടുത്തൽ അവസാനിപ്പിക്കുക. പങ്കാളിയുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി സന്തോഷം പകരുന്ന കാര്യങ്ങൾ ചെയ്യുക. പങ്കാളിക്ക് കൊടുക്കുന്ന വാക്ക് തെറ്റിക്കാതിരിക്കാൻ ശ്രമിക്കുക. ക്ഷമിക്കാൻ പഠിക്കുക. കുറച്ച് സംസാരിക്കുക, കൂടുതൽ കേൾക്കുക. പങ്കാളിയുടെ അവകാശങ്ങളിൽ നോ പറയരുത്. പങ്കാളിക്കായി കുറച്ച് സമയം മാറ്റിവെക്കുക. സംസാരിക്കാനും പുറത്തു പോകാനും സമയം കണ്ടെത്തുക. സർപ്രൈസുകൾ കൊടുക്കുന്നതിലൂടെ നിങ്ങളുടെ സ്നേഹം പങ്കാളിക്ക് ബോധ്യമാകും. പങ്കാളിയുടെ കുടുംബത്തെ സ്നേഹിക്കുക. പങ്കാളിക്ക് അസുഖം വരുമ്പോഴാണ് സ്നേഹവും കരുതലും ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കേണ്ടത്. ഒരു കുഞ്ഞിനെ പോലെ പരിചരിക്കുക. തന്റെ മുന്നിൽ വെച്ച് പങ്കാളിയെ കുറ്റം പറയാൻ ആരെയും അനുവദിക്കരുത്. യാത്രകൾ പോവുക. നിങ്ങളുടെ വ്യക്തിത്വത്തെ മറക്കരുത്. നിങ്ങൾ എന്താണെന്ന് പങ്കാളി അറിയേണ്ടതുണ്ട്. സ്നേഹം പ്രകടിപ്പിക്കുക. നമ്മുടെ സ്വപ്നങ്ങളാണ് സർവ്വ ദുഃഖങ്ങളുടെയും അടിസ്ഥാന കാരണം. സ്വപ്നങ്ങൾ സത്യത്തെ മറയ്ക്കുന്നു. അത് കാര്യങ്ങളുടെ നിജസ്ഥിതിയെ നമുക്ക് അനുകൂലമായി വളച്ചൊടിക്കുന്നു. എന്നാൽ കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മാറുന്നുമില്ല. സ്വപ്നങ്ങൾ നമ്മളെ ഒരു മായാലോകത്തിലേക്ക് നയിക്കുന്നു. എല്ലാം നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് മാത്രം സംഭവിക്കുന്ന ഒരു ലോകത്തിലേക്ക്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ഇതൊന്നും തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് സംഭവിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചതിക്കില്ല എന്ന് വിശ്വസിക്കുന്നവർ നമ്മളെ ചതിക്കുകയും പിരിഞ്ഞു പോകില്ല എന്ന് കരുതുന്നവർ ഒരു ബൈ പോലും പറയാതെ പോവുകയും ചെയ്യും. ഇത് നമ്മളെ ദുഃഖത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ആളുകൾ ചിലപ്പോൾ നിങ്ങളെ ചതിക്കുകയും വഞ്ചിക്കുകയും ഒക്കെ ചെയ്യും. നമ്മുടെ കാഴ്ചയുടെ തകരാറാണ് ഇതെല്ലാം. തികഞ്ഞ ബോധത്തോടെ ആനന്ദത്തോടെ ജീവിക്കുക. എല്ലാ പ്രതീക്ഷകളെയും കൈവിടുക. കാരണം ജീവിതം പ്രവചിക്കാൻ പറ്റാത്ത ഒരു പ്രതിഭാസമാണ്. ആഹ്ലാദം, ആനന്ദം നിർമ്മിക്കുന്നതിനേക്കാൾ എളുപ്പം ഉപയോഗിക്കുകയാണ്. പ്രാർത്ഥന കൊണ്ട് മനുഷ്യന് ഉണ്ടാവേണ്ട ഏറ്റവും വലിയ കാര്യം ഹൃദയ സമാധാനവും സംതൃപ്തിയും ആണ്. അതല്ല, നമ്മുടെ അഭിലാഷങ്ങളുടെ പൂർത്തീകരണമാണ് പ്രാർത്ഥനയുടെ ഏക ലക്ഷ്യമായി നാം കരുതുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും ശാന്തിയും ആന്തരിക സൗഖ്യവും കൈവരിക്കാനാവില്ല. ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. പൂന്താനം പാടിയതുപോലെ 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും കരുതുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ നിമിഷം പ്രതി ഉയർന്നുകൊണ്ടിരിക്കും. ആ അഭിലാഷങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ശ്രീബുദ്ധൻ പറഞ്ഞതുപോലെ അവ നമ്മുടെ ദുഃഖ കാരണമായി തീരും. പ്രാർത്ഥന കൊണ്ട് ഹൃദയ സമാധാനവും ആത്മീയ സന്തോഷവും ഉണ്ടാകണം. എങ്കിൽ യാചനയിൽ കവിഞ്ഞ ഒരു തലം പ്രാർത്ഥനയ്ക്ക് ഉണ്ടാവണം. പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം നിർമ്മലമാക്കുക, മനസ്സും. അരുതാത്തതിന് എല്ലാം ഉള്ള ഒരു പ്രത്യേകത അത് തുടങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു പോരാൻ പറ്റില്ല എന്നതാണ്. എല്ലാ ധർമ്മവും നിങ്ങൾക്ക് വഴിയിൽ ഉപേക്ഷിക്കാം. ഒരു അധർമ്മവും തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. ധർമാധർമ്മ കാര്യങ്ങളിൽ ഈ ഒരു വ്യതിയാനമുണ്ട്. ധർമ്മം വളരെ സൂക്ഷിച്ചു ചെയ്യണം എന്നല്ല പറയേണ്ടത്. ധർമ്മം എപ്പോഴും ചെയ്യുക എന്നാണ്. അധർമ്മത്തിൽ കാലുകുത്തുന്നത് വളരെ സൂക്ഷിച്ചു വേണം. സത്യം ഒരു പ്രാവശ്യം പറയാവുന്നതാണ്. ആ സത്യം അതോടെ തീരുന്നതുമാണ്. അസത്യമാകട്ടെ ഒന്നു പറഞ്ഞു നിർത്താനാവില്ല. ഒരു അസത്യം 10,000 അസത്യങ്ങളെ അകമ്പടിയായി പറയിപ്പിക്കുന്നതാണ്. അസത്യം, ഹിംസ ഇവയൊക്കെ പരമ്പരയെ തീർക്കുന്നതാണ്, ഒന്നിൽ തീരുന്നതല്ല. അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ മോചനം നേടാൻ, അതൊക്കെ നിർത്താൻ വളരെ പ്രയാസവുമാണ്. മറിച്ച് സത്യം, ധർമ്മം, ദയ ഇവയെല്ലാം എപ്പോൾ വേണമെങ്കിലും നിർത്താവുന്നതാണ്. സത്യവും അസത്യവും തമ്മിൽ, ധർമ്മവും അധർമ്മവും തമ്മിൽ, ഹിംസയും അഹിംസയും തമ്മിൽ വലിയ ദൂരമാണുള്ളത്. ഇത് അറിഞ്ഞിരുന്നു പൂർവികന്മാർ. ഇത് അവഗണിക്കുന്ന നാം ആധുനികർ. ആധുനികരും പൗരാണികരും തമ്മിൽ ഈ ഒരു അന്തരമേ ഉള്ളൂ. ആധുനികരായ നമ്മുടെ ലോകത്ത് ഒരു കള്ളം പറഞ്ഞു അതിലെന്താ ഇത്ര വലിയ കുഴപ്പം എന്നതാണ് പ്രമാണം. പക്ഷേ
കള്ളം ഒരു കള്ളത്തിൽ നിൽക്കില്ല. അതിന് അകമ്പടിയായി അടുത്ത കള്ളം വരും. അതിനെ സമർത്ഥിക്കാൻ അതിനേക്കാൾ വലിയ കള്ളം പുറകെ വരും. അവസാനം അനൃത പരമ്പരയിൽ ചെന്നാണ് നാം പതിക്കുക. ഇത്തരം ദൂഷ്യങ്ങളുടെ മറ്റൊരു പ്രത്യേകത അവ പ്രകൃതിയിൽ ഒരാളിൽ ഒതുങ്ങി നിൽക്കില്ല എന്നതാണ്. ധർമ്മം ഒരാളിൽ മാത്രമായിട്ട് നിന്നേക്കാം, മറ്റുള്ളവർ അനുകരിക്കണമെന്നില്ല. അധർമ്മത്തിന് പ്രകൃതിയിൽ അനുകരണ വാസന വളരെ പെട്ടെന്ന് കൂടുന്നതായി കാണാം. വീട്ടിൽ ഒരാൾ ഒരു ചെറിയ തെറ്റു ചെയ്താൽ മറ്റുള്ളവർ അതിലും വലിയ തെറ്റുകളാണ് തുടർന്ന് ചെയ്യുക. മറിച്ച് ഒരാൾ ധർമ്മം ചെയ്താൽ മറ്റുള്ളവർ അനുകരിക്കണമെന്നില്ല. അത് അവന്റെ കാര്യം മാത്രമാണ്. ഇതും മറ്റൊരു പ്രത്യേകതയാണ്. ലോകത്ത് എവിടെയെങ്കിലും ഒരു അധർമ്മം ഉണ്ടായാൽ അതിന്റെ പരമ്പര തന്നെ ലോകം മുഴുവനും ഉണ്ടാകും വൈകാതെ. മറിച്ച് ധർമ്മം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ആവർത്തിക്കാറില്ല, ആവർത്തിക്കണം എന്നുമില്ല. ഇങ്ങനെയൊരു പ്രതിഭാസവും ലോകത്തുണ്ട്. നമ്മുടെ ജീവിതത്തെ മറ്റൊരാളുടെ ജീവിതവുമായി താരതമ്യം ചെയ്യുന്നത് നമ്മുടെ സന്തോഷത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തും. നമ്മളെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭൗതിക സമ്പത്ത്, വിജയം അല്ലെങ്കിൽ സാമൂഹിക പദവി എന്നിങ്ങനെ നമുക്കില്ലാത്ത കാര്യങ്ങളിൽ നാം പലപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇത് അപര്യാപ്തത, അസൂയ, വിഷാദം എന്നിവയുടെ വികാരങ്ങൾ സൃഷ്ടിക്കും. കൂടാതെ നമ്മെ തന്നെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുന്നത് ഒരിക്കലും അവസാനിക്കാത്ത അസന്തുഷ്ടിയുടെ ചക്രത്തിലേക്ക് നയിച്ചേക്കാം. കൂടുതൽ ഉള്ളതായി തോന്നുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ മെച്ചപ്പെട്ടതായി തോന്നുന്ന ഒരാൾ എപ്പോഴും ഉണ്ടായിരിക്കും. അത് നമുക്കൊരിക്കലും അളക്കാൻ കഴിയില്ല എന്ന തോന്നലുണ്ടാക്കും. ഇത് നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായ അതൃപ്തിക്കും സംതൃപ്തിയുടെ അഭാവത്തിനും ഇടയാക്കും. ഓരോരുത്തർക്കും അവരവരുടെ തനതായ പാതയും വെല്ലുവിളികളും ഉണ്ടെന്ന് ഓർക്കേണ്ടത് അത്യാവശ്യമാണ്. മറ്റുള്ളവരുമായി നമ്മെ താരതമ്യം ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നില്ല. മാത്രമല്ല, അനാവശ്യമായ സമ്മർദ്ദത്തിനും നിഷേധാത്മക വികാരങ്ങൾക്കും കാരണമാകും. പകരം നമ്മുടെ സ്വന്തം ലക്ഷ്യങ്ങൾ, മൂല്യങ്ങൾ, നേട്ടങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൂടുതൽ സംതൃപ്തവും സന്തുഷ്ടവുമായ ജീവിതത്തിലേക്ക് നയിക്കും. വ്യത്യസ്തമായൊരു സ്വഭാവ ഗുണമാണ് പങ്കുവെക്കൽ. ദാനധർമ്മവുമായി അതിന് ബന്ധമില്ല. മതനിഷ്ഠരെന്ന് അറിയപ്പെടുന്നവരുടെ ഒരു കപടവിദ്യയാണ് ദാനധർമ്മം. നിങ്ങൾക്കധികമുള്ളതെന്തും പങ്കുവെക്കണം. ഒരുപാട് തരത്തിലുള്ള ദാരിദ്ര്യങ്ങൾ ഇവിടെയുണ്ട്. അത് പണത്തിന്റെ ഒരു പ്രശ്നം മാത്രമല്ല. നിങ്ങളിൽ അറിവാണധികമെങ്കിൽ അറിവ് പങ്കുവെക്കുക. സ്നേഹമെങ്കിൽ സ്നേഹം. എന്താണോ അധികമുള്ളത് അത് പങ്കുവെക്കണം. ഒരു പുഷ്പത്തിന്റെ സുഗന്ധം പോലെ അത് നാലുപാടും പരക്കട്ടെ. ലഭ്യമായ ആരുമായും തന്നെ അത് പങ്കുവെക്കുക. ധനികനായ ഒരാൾ ദരിദ്രനായിരിക്കാം. കാരണം അയാൾ ഒരിക്കലും തന്നെ യാതൊരു സ്നേഹവും അറിഞ്ഞിട്ടില്ല എന്ന് വരാം. അയാളുമായി സ്നേഹം പങ്കിടാം. സ്നേഹം എന്തെന്നറിഞ്ഞ ദരിദ്രനായ ഒരാൾ നല്ല ഭക്ഷണം എന്തെന്നറിയുന്നില്ല. ഇവിടെ ഭക്ഷണം പങ്കിടുക. നിങ്ങളുടെ ധാരണാശക്തി അയാളുമായി പങ്കിടലാവട്ടെ. ഓർക്കുക, നിങ്ങൾ എത്രയും കൂടുതൽ പങ്കുവെക്കുന്നുവോ അത്രയും കൂടുതൽ ലഭിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഇതും കൂടി ഓർക്കണം, ഇതൊരു പുണ്യകർമ്മമോ സ്വർഗത്തിലേക്കുള്ള വഴിയോ അല്ല.